അപ്പോൾ ഇത് നമ്മുടെ എമ്മിയസ്റ്റ് മട്ടൻ കുറുമ റെഡിയാണ്. കണ്ടോ എന്ത് ലുക്കാന്ന് നോക്കിക്കേ. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഇരിപ്പുണ്ട്. കണ്ടോ അടിപൊളിയല്ലേ. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്പെഷ്യലായിട്ടൊരു ഐറ്റമാണ്. അതായത് മട്ടൻ കുറുമയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. മട്ടൻ കൊണ്ട് നേരത്തെ 3-4 വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അടുത്ത വിഭവമാണ്. 1 കിലോ മട്ടൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മട്ടൻ കൊണ്ട് നമ്മളിന്ന് മട്ടൻ കുറുമ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 1-2 ഐറ്റംസ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഐറ്റംസ് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരു 50 അല്ലിയോളം ഉണ്ടാവും കേട്ടോ. ഒരു 1/4 കിലോ അധികം ഉണ്ടാവും. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ദെൻ ഒരു അത്യാവശ്യം വലിയ സവാള ചെറിയ സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. 2 മീഡിയം ടൊമാറ്റോ വെച്ചിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ദെൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മീഡിയം പീസാട്ടോ. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ ഈ ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് നമ്മുടെ ചെറിയ ഉള്ളിയും ബാക്കി ഐറ്റംസും ഒക്കെ ക്രഷ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഞാനൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് തന്നെ ടേസ്റ്റ് കൂടുതൽ കേട്ടോ എപ്പോഴും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സവാള, അത്യാവശ്യം വലിയ സവാള എടുത്തിരിക്കണം കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയില്ലേ അതിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പെരിഞ്ചീരകം അത്രയും കൂടെ ക്രഷ് ചെയ്താണേ. ഇനി നിങ്ങൾ നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ സവാള ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഉപ്പിടാൻ മറന്നുപോയി. ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് കേട്ടോ. അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ സമയം ഞാനിതിലേക്ക് ഒരു 2 മീഡിയം ടൊമാറ്റോ കേട്ടോ, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഇനി ടൊമാറ്റോ നന്നായിട്ട് വെന്ത് ഇതുമായിട്ട് ചേരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെ ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഈ സവാളയുമായിട്ട് നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് മസാലപ്പൊടിയിലേക്ക് ചേർക്കും. ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം പരമാവധി കുറച്ച് കൊടുക്കുക കേട്ടോ. മസാല ഇടുമ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മട്ടൻ കുറുമയ്ക്ക് ഒരുപാട് മസാല അങ്ങോട്ട് ചേർക്കില്ല കേട്ടോ. മസാല കുറഞ്ഞിരുന്നാൽ മാത്രമേ ശരിക്കും മട്ടൻ ഒരു ടേസ്റ്റ് ഇടുള്ളൂ കേട്ടോ. കാരണം ഒത്തിരി മസാല വേണ്ട. നമ്മൾ എരിവിന് പച്ചമുളക് ചേർത്ത കാരണം ചുവന്ന മുളക് ചേർക്കാൻ വേണ്ടി കേട്ടോ. മുളക് പൊടി ചേർത്താലും നിറം മാറിപ്പോകും. ഞങ്ങളൊരു ഗോൾഡൻ യെല്ലോ കളറിൽ കുറുമ ഉണ്ടാക്കിയെടുക്കാനാണ് പരിപാടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറട്ടെ കേട്ടോ. അതൊരു ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഫുള്ളായിട്ട് തണുക്കട്ടെ. തണുത്ത് റൂം ടെമ്പറേച്ചർ ആകുന്ന ഇറങ്ങി ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൻ കുറുമയുടെ കൂട്ട് നന്നായിട്ട് തണുത്തിരിക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചതിന് ശേഷം അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ ഇത് ആ മിക്സിനെ നമ്മൾ നന്നായിട്ട് അരച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. പ്ലസ് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പുഷ്ടിയും കൊഴുപ്പൊക്കെ കൂട്ടാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ ചെറിയത് എടുത്തിട്ടുണ്ട്. അതിലും കൂടെ ഒരു 10-25 കാഷ്യൂനട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇത് വിട്ടിട്ട് ഇനി കുറച്ച് തേങ്ങാപ്പാലും കൂടെ അതിൽ വീഴുന്നുണ്ട്. ഇത്രയും സാധനങ്ങളും കൂടെ നേരത്തെ പറഞ്ഞതുപോലെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഫൈനൽ പ്രിപ്പറേഷൻ കിടക്കാം. അപ്പോൾ ഇത് നമ്മൾ തേങ്ങയും കാഷ്യൂനട്ടും ഒക്കെ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത പ്രിപ്പറേഷൻ ആരംഭിക്കാൻ പോവുകയാണ്. ഇത് ഒരു കുക്കർ അടുപ്പത്ത് ചൂടായിരിപ്പുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ അല്ല 2 ടീസ്പൂൺ ഇറക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 ഗ്രാമ്പൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. 1 കിലോ മട്ടൺ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് നെയ്യും എൻ്റെ യെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ആദ്യം ഉണ്ടാക്കിയ സവാളയുടെയും ടൊമാറ്റോയുടെ ഒക്കെ മിക്സാണ്. അതിലേക്ക് നമ്മൾ ഈ വെള്ളം കൂടി ചേർത്തിട്ട് കഴുകി ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
ഇനി ഇത് രണ്ടാമത് ഉണ്ടാക്കിയ നമ്മുടെ കാഷ്യൂനട്ടിൻ്റെയും കോക്കനട്ട് തേങ്ങയുടെയും മിക്സ് ആട്ടോ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ തേങ്ങയുടെ രണ്ടാം പാല് ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്, അതും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഇതിനൊരു യമ്മി ലുക്കിംഗ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞങ്ങളിട്ടപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുക്കർ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 വിസിൽ വരുന്നവരെ വേവിട്ട് കേട്ടോ. മട്ടൻ്റെ വേവ് അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. ഞങ്ങളൊരു 6 വിസിൽ വേവിക്കാനേ പരിപാടി കേട്ടോ. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ മട്ടൻ്റെ 6 വിസിൽ വന്ന് പ്രഷറൊക്കെ പോയി ഭംഗിയായിട്ടിരിപ്പുണ്ട് കണ്ടോ. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് കണ്ടല്ലോ. വെരി യമ്മി അല്ലേ. ഇപ്പോൾ തന്നെ നല്ല തിക്കാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട 1-2 ഫൈനൽ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ചൂടോടെ ഇരിക്കുമ്പോൾ തന്നെ 1 കപ്പ് തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ഒഴിച്ച 2-ാം പാലാണ്. ഇത് മൊത്തം ഒരു തേങ്ങ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ, ചെറിയ തേങ്ങയാണ്. ഇത് 1-ാം പാലാണ്. പിന്നെ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ട്, ഇളക്കി കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഇനി ഫൈനലി നമ്മളെ ടേസ്റ്റ് എൻഹാൻസറായിട്ട് ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു അല്പം വെളിച്ചെണ്ണ, വളരെ കുറച്ച് മതി കേട്ടോ വെളിച്ചെണ്ണ. ഇത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്കൊരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടുക് പൊട്ടിക്കുന്നില്ല കേട്ടോ. പ്ലസ് കുറച്ച് കറിവേപ്പില. ഇത്രയും മതി കേട്ടോ. ഇതിനേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ യമ്മി മട്ടൺ കുറുമ റെഡിയാണ്. അപ്പോൾ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഡൈനിങ് ടേബിളിൽ കാണാം. അപ്പോൾ ഇത് നമ്മുടെ യമ്മിയസ്റ്റ് മട്ടൺ കുറുമ റെഡിയാണ്. കണ്ടോ എന്ത് ലുക്കാന്ന് നോക്കിക്കേ. നല്ല തിക്ക് ഗ്രേവി ആയിട്ടിരിപ്പുണ്ട് കണ്ടോ. അടിപൊളിയല്ലേ. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാമെന്ന് ചോദിച്ചാൽ അപ്പത്തിൻ്റെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ ചപ്പാത്തി, പൊറോട്ട, നാൻ, റൊട്ടി ഇതിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു മട്ടൺ കുറുമ കേട്ടോ. അപ്പോൾ ഞങ്ങളിന്നത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴിച്ച് കാണിക്കുന്നില്ല, എന്തായാലും വെക്കാം കേട്ടോ. ഇത് കണ്ടോ എന്ത് യമ്മിയാണ് നോക്കിയേ. ഇത് മട്ടനൊക്കെ വളരെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കണ്ടോ. നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീവ്.